തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കൈയടിച്ച് ദൈവത്തിന്റെ പരിസ്ഥാനം നിറയാനായിട്ട് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. കൈയടിക്കാം. പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ഇസ്രായേലിന് അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ
കാറ്റായി വീശിയടിച്ചതുപോൽ ഇസ്രായേലിന് അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായി നീ വരണേ. ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായി നീ വരണേ. കൃപയായി വരണേ, പറന്നിറങ്ങണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. കൃപയായി വരണേ, പറന്നിറങ്ങണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞു പോലെ പരിശുദ്ധമാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ആഗ്രഹത്തോടെ തൂമഞ്ഞു പോലെ പരിശുദ്ധമാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ,
ആത്മസ്നാനം നൽകണമേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നന്നായിട്ട് ശ്രദ്ധിക്കാം. ദൈവിക ശക്തി വ്യാപരിക്കപ്പെട്ട എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോട്ടെ. ആത്മീയ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും, ദൈവവചനം കേൾക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ തടസ്സം നിൽക്കുന്ന സകല വൈശാചിക ശക്തികളും, രോഗപീഠകളും, തകർച്ചകളും, അസമാധാനത്തിൻ്റെ എല്ലാ അരൂപികളും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ദേശത്തു നിന്ന്, കൃഷിയിടങ്ങളിൽ നിന്ന്, അധ്വാന മേഖലയിൽ നിന്ന് യേശു നാമത്തിൻ്റെ ശക്തിയാൽ വിട്ടകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ രക്ഷകനായ യേശുവിനൊന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കരഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ നിമിഷമടക്കി. എല്ലാ പാപങ്ങളും നമുക്ക് മോചനം ലഭിച്ചത് ഈശോയുടെ കുരിശ് പറഞ്ഞു. ഗസ്സമൻ തോട്ടം മുതൽ ഗാഗുൽത്താ വരെ സഹനത്തിന്റെ വഴിയിലൂടെ യേശു സഞ്ചരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് പാപമോചനം നൽകി. കോലാടിൻ്റെയോ കാളക്കിടാവിൻ്റെയോ രക്തം കൊണ്ട് മനുഷ്യന്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടത്തില്ല എന്ന് കണ്ട ദൈവം തൻ്റെ അരുമസുതനെ ഭൂമിയിലേക്ക് നമ്മളിൽ ഒരുവനായി സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം അവൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് അവൻ്റെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വീണ്ടെടുത്തു. നമ്മുടെ അകൃത്യങ്ങളാണ്, നമ്മുടെ പാപങ്ങളാണ് ദൈവത്തെ നമ്മെ തമ്മിൽ അകറ്റിയിരിക്കുന്നതെന്ന് യേശയ്യാ ദീർഘദർശിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് അരുളിച്ചു. നിങ്ങളുടെ പാപങ്ങളാണ് ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ സൗഖ്യം, ദൈവത്തിൻ്റെ സമാധാനം നമ്മളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യങ്ങളാണ്, നിങ്ങളുടെ പാപങ്ങളാണ്. യെശയ്യായുടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും തൂമഞ്ഞ് പോലെ ഞാൻ വെണ്മയുള്ളതാക്കും, കമ്പിളി പോലെ വെളുപ്പിക്കുമെന്ന് അവിടെ അരുളി ചെയ്തിട്ടുണ്ട്. നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും, എത്ര കഠോരമാണെങ്കിലും, എത്ര കഠിനമാണെങ്കിലും ആ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് തൂമഞ്ഞിന്റെ വെണ്മ കർത്താവ് നമുക്ക് തരികയാണ്. കമ്പിളിയുടെ വെണ്മ കർത്താവ് നമുക്ക് നൽകുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ മോചിപ്പിച്ചുകൊണ്ട് യേശു നമ്മുടെ ശരീരത്തെ അവിടുത്തെ ശരീരത്താൽ വീണ്ടെടുക്കുന്നു എന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് തരികയാണ്. പാപഭംഗിലമായ ശരീരത്തെ രക്തത്താൽ കഴുകിയെടുത്ത് അവിടുത്തെ ശരീരത്താൽ നമ്മുടെ ശരീരത്തെ പുതു ശരീരമാക്കി, ദൈവത്തിൻ്റെ ശരീരമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തും. കരഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ബലഹീനതകളിലേക്ക് ഇറങ്ങി വന്ന് ആ ബലഹീനതകളെ ഏറ്റെടുത്തുകൊണ്ട് ആ ബലഹീനതയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യമാണ് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിലൂടെ ഒഴുകപ്പെട്ടത്. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പാപബന്ധനങ്ങളെ തകർത്തുകൊണ്ട് അവൻ കുരിശിൽ 3 ആണികളാൽ ബന്ധനസ്ഥനായി നമ്മുടെ ബന്ധനത്തെ അവൻ കാൽവരിയുടെ നെറുകയിൽ തകർത്തു കളഞ്ഞു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തത് കാൽവരിയുടെ നെറുകയിൽ പൂർത്തീകരിക്കപ്പെട്ടു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഓരോ മുറിവുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയത് നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപത്തിന് മോചനമായിട്ട് അവിടുത്തെ ഓരോ അവയവങ്ങളും മുറിവേൽപ്പിക്കപ്പെട്ടു, ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ആ ക്ഷതങ്ങളാൽ, ആ മുറിവിനാൽ നമ്മുടെ ശരീരത്തെ അവിടുന്ന് സ്വതന്ത്രമാക്കി. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം, സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ കഥകടച്ചിരുന്ന് ഭയലഹൃതരായ ശിഷ്യന്മാരുടെ മുമ്പിൽ അവിടുന്ന് പ്രത്യക്ഷനായിക്കൊണ്ട് അവർക്ക് കൊടുത്ത സമാധാനമോ, നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ജനത്തിന് പ്രദാനം ചെയ്യുന്നത്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പ്രദാനം ചെയ്യുന്നത് സമാധാനമാണ്, രക്ഷയാണ്. കർത്താവേ, ഞാൻ ആയിരിക്കുന്ന ഈ അടിമത്തത്തിൽ നിന്ന്, ഞാൻ വീണെടുക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, ഈ ബെത്സയിദാ കുളക്കരയിൽ നിന്ന് കർത്താവേ അവിടുന്ന് എന്നെ കിടക്കയോടെ വീണ്ടെടുത്തുകൊണ്ട് അവിടുന്ന് എന്നെയും അതുപോലെ അനുഗ്രഹിക്കണമേ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാൻ. തലമുറകളായിട്ട്, വർഷങ്ങളായിട്ട് അടിമത്തത്തിന്റെ ഭവനത്തിലായ ഈജിപ്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ പോലെ
ഏതെങ്കിലും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പൈശാചികതയുടെയും അടിമത്തത്തിലാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ കർത്താവ് അതിൽ നിന്നെല്ലാം നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് വചനത്താൽ അവിടെ നമ്മളെ വീണ്ടെടുക്കുകയാണ്. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന ആ പരിശുദ്ധമായ രക്തം ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ശരീരത്തിലെ ഓരോ കോശങ്ങളും കർത്താവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ ഈ ശരീരമാകുന്ന കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മഹത്വത്തോടെ ദൈവം അതിൽ പ്രത്യക്ഷനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആ വലിയ ദൈവിക കൃപയെ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ. ഒരു 10 പേര് കേൾക്കുന്ന ശബ്ദത്തില് സ്വതന്ത്രമായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ ഓരോ അവയവങ്ങളെയും. കർത്താവ് ഏതെങ്കിലും രോഗത്തിന്റെ പിടിയിലാണ് നിങ്ങളുടെ ഏതെങ്കിലും അവയവങ്ങളില്ലെങ്കിൽ കർത്താവ് അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ആ അവയവങ്ങളെ ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ആ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന്, പൈശാചികമായ ബന്ധനത്തിൽ നിന്ന് കർത്താവെ വിടുതൽ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് വീണ്ടെടുത്ത് പുനരുദ്ധരിച്ചുകൊണ്ട് അവിടെ നിങ്ങളെ മഹത്വപൂർണ്ണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച് എല്ലാ അവയവങ്ങളും കർത്താവിന്റെ ജീവനാൽ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർജീവമായ എല്ലാ അവയവങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനാ. നിങ്ങളുടെ ഏതെങ്കിലും അവയവങ്ങള് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഞങ്ങൾ അടിച്ചു പാടാം. നന്നായിട്ട് കരടിച്ച് സ്വരം കേൾക്കുന്ന രീതിയിൽ നന്നായിട്ട് കരടിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. തിരുക്കരത്താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, അഭിഷേകരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, സൗഖ്യത്തിന്റെ രക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, അഭിഷേകരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പഠിച്ചു പാടാം. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം,
യേശുവിൻ തിരുരക്തം. അങ്ങനെ പഠിച്ചു പാടാം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. അഭിഷേക രക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഭൂഷണായിരിക്കുന്ന അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിൽ നിന്ന് തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം നമ്മുടെ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കപ്പെടുന്ന വിശ്വാസത്തോടെ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്ത് വിഭൂഷണായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നമ്മുടെ ഉള്ളിലേക്ക് നിറയപ്പെടുവാൻ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലേക്കും വ്യാപരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ശാന്തമായിട്ടിരിക്കും. ദൈവവചനത്തിനായിട്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കാതുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും കർത്താവിന് വിട്ടുകൊടുക്കാം. വചനം ഗ്രഹിക്കുവാൻ തക്ക വിധം നമ്മുടെ ഹൃദയവും കാതുകളും എല്ലാം തുറക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. വിശ്വാസത്തോടെ ഏകാഗ്രതയോടെ ഒരേ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ദൈവത്തിൻ്റെ വലിയ കൃപ ചോദിച്ച് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ദൈവിക ജീവൻ വ്യാപരിക്കപ്പെടുകയും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുകയും സൗഖ്യം പ്രാപിക്കപ്പെടുകയും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയുണ്ട്, ഞായറാഴ്ചത്തെ ഒരു സാക്ഷിയുണ്ട്. അത് ഇപ്രകാരമായിരുന്നു. ഒരു കൊച്ചിന് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഡെങ്കിപ്പനി വന്നു. അത് ബാധിച്ച് അവളുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം, ആന്തരിക അവയവങ്ങളെല്ലാം ഡാമേജ് ആയി. ഇനി ഒരിക്കലും അവൾ സൗഖ്യം പ്രാപിക്കുമെന്ന് മെഡിക്കൽ സയൻസിന് ഡോക്ടർമാർക്ക് അത് രക്ഷപ്പെടുമെന്നൊരു ധാരണയില്ല. ഡോക്ടർമാർ എല്ലാവരും അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു. അവിടെ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരോ വന്നിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവിക ശക്തി ആ കുഞ്ഞിൻ്റെ ഇന്റേണൽ ഓർഗൻസിലേക്ക്, ആന്തരിക അവയവങ്ങളിലേക്ക് വ്യാപരിക്കപ്പെട്ടു. ആ കുട്ടി സൗഖ്യം പ്രാപിച്ചുവെന്ന് എഴുതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ എല്ലാ അവയവങ്ങളും നിർജീവമായി, പ്രവർത്തനരഹിതമായി. കർത്താവിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഈശോയെ എന്നൊക്കെ വിളിക്കുമ്പോൾ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആ ഒരു അവസ്ഥയിൽ, ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും. അതിന് കൂടുതൽ പ്രാവശ്യം ഈശോയെ ഈശോയെ എന്ന് വിളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളായിരിക്കുന്ന ബന്ധനാവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുവാൻ വേണ്ടി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ആ അവസ്ഥയിൽ നിന്ന് രക്ഷ പ്രാപിക്കും. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീക്ഷ്ണമായ ആ ഒരു പ്രാർത്ഥന, വിശ്വാസത്തോടുള്ള വരവ്. ആരോ പറഞ്ഞു ഇവരോട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ തീഷ്ണതയോടുള്ള ആ വരവ് കർത്താവ് കണക്കിലെടുക്കുകയാണ്. അവരുടെ നിലവിളി, ദീനരോധനം ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ പിതാവിന്റെ വലതു ഭാഗത്ത് വിഭൂഷണായിരിക്കുന്ന അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ജീവൻ വ്യാപരിക്കപ്പെട്ടു, സൗഖ്യം പ്രാപിക്കപ്പെട്ടു. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എന്തിനു വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി? ആ ദൈവിക ജീവൻ നമ്മളുടെ ചില കോശങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ വേണ്ടി. ചില കോശങ്ങൾ അല്ലെങ്കിൽ ചില അവയവങ്ങൾ ചിലപ്പോൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക, പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയം ആശയം നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യപ്പെടും. അപ്പൊ ദൈവമായ കർത്താവിന്റെ വചനം കേട്ട് ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടകന്നു പോകുന്നു. കരങ്ങളെ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ഓരോ അവയവങ്ങളെയും ദൈവത്തിന്റെ വചനം വീണ്ടും ജീവൻ പ്രാപിപ്പിക്കുകയോ, വീണ്ടും ജീവനുള്ളതായിട്ട് മാറ്റപ്പെടുകയും നമുക്ക് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം. നമ്മുടെ ഏതെല്ലാം മേഖലയിലോ കർത്താവിൻ്റെ ജീവൻ വ്യാപരിക്കപ്പെടണോ? സാമ്പത്തിക മേഖലയിലായിരിക്കാം, അവിടെ ജീവനില്ല, കടബാധ്യത കയറി നിൽക്കുക, ഒരു ദുഃഖം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുക, ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ആ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ട് സഹനം ദൈവം തരുന്നതിനോട് ദൈവത്തെ വിളിക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് ഓടേണ്ട ആവശ്യമില്ല. ദൈവത്തെ വിളിക്കാനായിട്ടാണ് ദൈവം. ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണമെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ വിളിക്കണം. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഏറ്റവും താഴെയാണ്, മാന്നാനം പള്ളിയുടെ ഈ സ്റ്റെപ്പിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്നത്. അപ്പോൾ ഓരോ വിളിയിലും നമ്മളെ കർത്താവ് ഓരോ സ്റ്റെപ്പും കയറ്റി കൊണ്ടുവരികയാണ്. അപ്പം സഹനം അയക്കുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം പലതരത്തിലുള്ള സഹനങ്ങൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ ആത്മീയമായിട്ട് ഉയർത്തപ്പെടുകയാണ്. ആ ഉയർച്ചയുടെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദൈവിക ശക്തിയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കപ്പെടുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുകയാ? ദൈവത്തെ പോലെ പൂർണ്ണരായിട്ട് ദൈവജനം മാറ്റപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ, സഹനം വരുമ്പോൾ വചനം കേൾക്കും, ദൈവമായ കർത്താവിനെ ആരാധിക്കും. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8 മുതലുള്ള തിരുവചനം. എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമാണ്. ഇരുട്ടിലേക്ക് പോകുന്നത്, രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുട്ടിലേക്ക് പോവാ. അപ്പൊ അവിടെ ആരാ വരണ്ടേ? ഈശോയുടെ സാന്നിധ്യം വരണം. അപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടാണ്. കാരണം അവിടെ മിക്ക പ്രവാചകൻ പറയും, എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, അവൻ വീണ് കിടക്കുവാന്ന് നീ വിചാരിക്കേണ്ട. പ്രവാചകൻ പറയുക, ഇസ്രായേലിന്റെ വീഴ്ചയെക്കുറിച്ച് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തി, അവർ വീണ് കിടക്കാൻ നീ ചിന്തിക്കണ്ട. അവർ ആ വീഴ്ചയിൽ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ വീഴ്ചയിൽ നിന്ന്, ആ വീഴ്ചയിലേക്ക് ഇറങ്ങിച്ചെന്ന്, വീണ് കിടക്കുന്നിടത്തേക്ക് ഇറങ്ങിച്ചെന്ന് ലോകത്തിന്റെ പ്രകാശമായ ദൈവം ആ പ്രകാശമായിട്ട് കടന്നു ചെന്ന് ആ വീഴ്ചയിൽ നിന്ന് അവനെ ഉയർത്തും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീഴ്ചയിൽ നിന്ന് അവനെ വീണ്ടും തിരിച്ച് അവനെ എഴുന്നേൽപ്പിക്കും. ഇപ്പൊ ചില വീഴ്ചയാ, ചില സഹനങ്ങൾ എന്ന് പറയുന്നത് എന്താ? ജീവിതത്തിന്റെ ചില വീഴ്ചകളാണ്. അപ്പൊ അവിടേക്ക് ആര് വരുവാ? വിളിച്ചപേക്ഷിക്കുമ്പോ, കണ്ണുനീരോടെ വിളിക്കുമ്പോ, അനുതാപത്തോടെ വിളിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തി ഈശോ ഈ ദേവാലയത്തിൽ വെച്ച്. അപ്പൊ ആരെ വന്ന് പ്രാർത്ഥിച്ച മകളാ? കണ്ണുനീരുടെ വന്ന്, അമ്മച്ചിക്ക് ക്യാൻസറാണ്, അമ്മയ്ക്ക് ക്യാൻസർ രോഗം സുഖപ്പെടുത്തണം. ഇതിനുവേണ്ടി വന്നേ വിശ്വാസത്തോടെ. അവിടെയാണ് അതിന്റെ അടിസ്ഥാന സംഭവം. വിശ്വാസം. നമ്മൾ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് വീഴ്ച ഉണ്ടാകുന്നപ്പോൾ, വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. വിശ്വാസം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും വീഴ്ച ഉണ്ടാകുന്നില്ല. പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് അവിടേക്ക് ഇറങ്ങി വന്ന് ആ അന്ധകാരത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രമാക്കുമെന്നാണ് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രകാരമാണ്. ഇരുട്ട് വരുക, അന്ധകാരം വരുക, പ്രാർത്ഥിക്കാനായിട്ട് തടസ്സം നേരിടുക, ദൈവിക പ്രവർത്തികൾ, ദൈവിക ശുശ്രൂഷ ചെയ്യാനായിട്ട് തടസ്സം നേരിടുന്നതിന്റെ കാരണം എന്താ? ഇരുട്ടത്താ നിൽക്കുന്നത്. ആ ഇരുട്ടത്ത് നീ ആയിരിക്കും. നമുക്ക് ശ്രദ്ധിച്ച് എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിന്റെ വെളിച്ചമായിരിക്കും. ഇരുട്ട് വരുക, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരു സഹോദരന് ബ്ലഡ് ക്യാൻസർ വന്നപ്പോ ആ സഹോദരൻ ചോദിക്കും, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, മട്ടായേശ്വരൻ അവിടെ നിന്ന് വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തന്നെ കുഴപ്പം? ആരണ്ടൊക്കെ പറയിപ്പിച്ചു നോക്കി. ഇപ്പം ഇവിടെ സൗഖ്യം കർത്താവ് അനുവദിക്കുന്നു എങ്കിൽ അത് ആരിലൂടെയാണെങ്കിലും ദൈവം ആ വ്യക്തിയെ അവന്റെ അടുത്തേക്ക്, അവളുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. ദൈവം തന്നെ വരിക. ബെത്സയിദ കുളക്കരയിൽ കടന്ന് രോഗിയുടെ അടുത്തേക്ക് യേശു നേരിട്ട് ചെന്ന് അവന്റെ വേദന, അവന്റെ കഷ്ടപ്പാട്, അവന്റെ ആ കടപ്പ് കണ്ട ദൈവം പറഞ്ഞു, നീ ഇങ്ങനെ അവിടെ കിടക്കണ്ട, നീ വീണാലോ നീ എഴുന്നേൽക്കുമെന്ന് കർത്താവിന്റെ തിരുവചനം അവിടെ അന്വർത്ഥമായി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ഇരുട്ട് മാറുകയാ. അവന്റെ ജീവിതത്തിന്റെ അന്ധകാരം അവനെ വിട്ടൊഴിഞ്ഞു പോയപ്പോ ലോകത്തിന്റെ പ്രകാശമായ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ ദേവാലയത്തിലേക്കാണ്, ജെറുസലേം ദേവാലയത്തിലേക്കാണ് അവൻ കിടക്കയും എടുത്തുകൊണ്ട് അവൻ യാത്ര പുറപ്പെട്ടത്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ അവൻ ആ കൊള ഇളകുമ്പോൾ വേറൊരുത്തനാണ് എടുത്ത് കടത്തുന്നതെങ്കിൽ അവൻ അവന്റെ പുറകെ പോയേനെ, വ്യക്തിപരമായിട്ട് പോയേനെ. ഇത് വ്യക്തിപരമായിട്ടല്ല പോയെ. അവൻ ദേവാലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അവൻ യാത്ര പുറപ്പെട്ടു. ജെറുസലേം ദേവാലയത്തിൽ വെച്ചാണ് അവൻ പോകുന്ന വഴിക്ക് ആളുകൾ ചോദിക്കുന്നുണ്ട് അവനോട്, നിന്നെ സുഖപ്പെടുത്തിയത് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ അറിയത്തില്ല ആരാ.
പക്ഷെ അവൻ ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് അവനെ സുഖപ്പെടുത്തിയ യേശുവിനെ അവൻ തിരിച്ചറിഞ്ഞു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പലപ്പോഴും നമുക്ക് ഈശോയെ, നമ്മളെ സുഖപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന ഈശോയെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അപകടം. നമ്മൾ അന്വേഷിച്ചു പോകും, ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ പോകും. എവിടെയാണെന്ന് അറിയത്തില്ല. സുഖപ്പെടുത്തിയതിനെ അന്വേഷിച്ചു. അവൻ എവിടെയുള്ളേ? യേശു ഇവിടെയുള്ളേ ദേവാലയത്തിൽ. അവൻ പഠിപ്പിച്ചുകൊണ്ട് സദാസമയം യേശു ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രദർ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവമായ കർത്താവ് എവിടെയുണ്ട്? ദേവാലയത്തിലുണ്ട്. യേശു ദേവാലയത്തിലുണ്ട്. ആ യേശുവാണ് ഇവിടെ ആയിരിക്കുന്ന ദൈവജനത്തിന്റെ കണ്ണുനീര്, വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വേദനകളെ യേശുവാണ് ഏറ്റെടുത്തുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെ വചനം പറയുന്നത് പ്രകാരമാ, തന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട. അവനിങ്ങി എഴുന്നേക്കാനൊന്നും പോകുന്നില്ല. അവൻ ആ കടബാധ്യതയിൽ നിന്ന് ഇനി മോചനം പ്രാപിക്കാനൊന്നും പോകുന്നില്ല. അവനെ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടാനൊന്നും പോകുന്നില്ല. മരിക്കാൻ പോവാ. അവൻ തീർന്നു, അവന്റെ കാര്യം തീർന്നു എന്ന് ജനം പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ശത്രു പറയുമ്പോ, നിന്റെ എതിരാളികൾ പറയുമ്പോ, കർത്താവിന്റെ വചനം പറയുന്നു, ശത്രുക്കളെ ആഹ്ലാദിക്കേണ്ട, എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിന്റെ വെളിച്ചമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം നമുക്ക് ദൃശ്യമായാൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദൃശ്യമായാൽ നമുക്ക് പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷെ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. സുഖപ്പെടുത്തിയവനെ ദൈവവചനമാണ്. വചനം ദൈവമാണ്. വചനം മാംസം ധരിച്ചിരിക്കുന്നു. ഈ വചനത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ വചനത്തെ, ദൈവത്തെ അന്വേഷിച്ച് നടക്കുക. ഈ ദൈവത്തെ കണ്ടെത്തിയ ദൈവം എവിടെയുള്ള? എന്നിലുണ്ട്. ഈ എന്നിലുള്ള, നിങ്ങളിലുള്ള യേശുവിനെ നിങ്ങൾ കണ്ടെത്തിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ പോകുന്നുണ്ട്, വചനം കൊടുക്കുന്നുണ്ട്. അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയും. ദൈവവചനം കേൾക്കുമ്പോ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈശോ അതെല്ലാം അവസാനിപ്പിച്ചിട്ട് ആ ജ്വലിച്ചുകൊണ്ടിരുന്ന ആ ജ്വലനം അവസാനിക്കുക. ഈശോ പോവുക. അപ്പൊ ഒരു നല്ല സുഖത്തിലാണ് പോകുന്നത്, നല്ല അഭിഷേകത്തിലാണ് പോകുന്നത്, നല്ല ദൈവിക കൃപയിലാണ് പോകുന്നത്. ആ പോക്കില് അവിടെ സന്ധ്യയായി, സമയം ഇരുട്ടായി. അപ്പൊ ഈശോ പറഞ്ഞു, ഞാൻ പോവാ, ഉപേക്ഷിച്ച് പോവാ, ഇരുട്ടായി, സമയം കഴിഞ്ഞല്ലോ. അപ്പൊ ഈശോ പറഞ്ഞു, ഈശോട് പറയുക, ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ പറയുക. ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ. ഗുരു, ഞങ്ങളെ വിട്ടുപോകരുത്, ഞങ്ങളുടെ കൂടെ ആയിരിക്കും. ഈശോ എന്താ ചെയ്തേ? അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ അവരുടെ കണ്ണുകള് തുറക്കപ്പെട്ടു, ഹൃദയം തുറക്കപ്പെട്ടു, കണ്ണുകൾ തുറക്കപ്പെട്ടു. അവരാരെ അറിഞ്ഞു? അവർ യേശുവിനെ സ്വശരീരത്തില് അവർ അനുഭവിച്ചു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള? എന്താ? ദൈവാനുഭവം. ഇതാ വേണ്ടേ, വേറെ ഒന്നും വേണ്ട. ദൈവാനുഭവം കിട്ടി. ദൈവാനുഭവം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ദൈവാനുഭവത്തിന് വേണ്ടി, ദൈവത്തെ അനുഭവിക്കുവാൻ ഉള്ള ദൈവിക കൃപയാണ് ഞാനും നിങ്ങളും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. കർത്താവിന്റെ വചനം പറയുക, ഈശോയെ അറിയാൻ, ഈശോ അനുഭവിക്കുക. ഇവിടെ ഇറങ്ങി നടക്കുന്ന ഈശോയെ കാണാനായിട്ട്, ഈശോ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് എറണാകുളത്ത് നിന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടന് നട്ടലിന് 18 വർഷമായിട്ട് നട്ടലിന് വേദനയാണ്. ആ വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരാധന സമയത്ത് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ചേട്ടൻ കാണുന്നത് ഈശോ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, അപ്പത്തിൽ നിന്ന് ഈശോ ഇറങ്ങി നടന്ന് തൻ്റെ അടുത്തേക്ക്, ബാക്കിലേക്ക് ഇങ്ങനെ നടന്നു പോവുക ഈശോ. ആ സമയത്ത് ആ ഈശോയുടെ ആ മേലങ്കി, ആ ചുമന്ന വസ്ത്രം ഇദ്ദേഹത്തിന്റെ മുഖത്തൂടെ ഇങ്ങനെ അടിച്ചു പോയെന്ന് പറയുന്നത്. മുഖത്തൂടെ ഇങ്ങനെ പോയി, മുഖത്തിങ്ങനെ തട്ടിപ്പോവുക. അപ്പൊ ഇങ്ങനെ വലിഞ്ഞു പോകുന്ന പോലെ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായോ. ചെറിയ ഒരു മയക്കം, മുട്ട നിൽക്കുന്ന ആളും മയങ്ങിപ്പോയി. ഈശോ
പരിശുദ്ധ കുർബാനയിൽ നിന്ന് അപ്പത്തിൽ നിന്ന് ഇറങ്ങി ഈശോ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ ഇദ്ദേഹത്തിന് എന്തോ ക്ഷീണം വരുന്നത്, ഉറക്കം വരുവോ? അപ്പൊ ഉറങ്ങിപ്പോ ചെറുതായിട്ട് മയങ്ങിപ്പോകുന്ന ഒരവസ്ഥ, മുട്ട നിൽക്കുന്ന ആള് മയങ്ങിപ്പോയെന്ന് പറഞ്ഞേ സാക്ഷ്യത. ആ സമയത്ത് ഈശോയുടെ ശരീര വസ്ത്രത്തിന്റെ വിളുമ്പ് ഇദ്ദേഹത്തിന്റെ മുഖത്തൂടെ ഇങ്ങനെ അടിച്ചു പോവാ. അങ്ങനെ ഈശോ നടന്നുപോയി. പ്രിയപ്പെട്ട അദ്ദേഹം അന്നേരമാണ് കണ്ണു തുറക്കുന്നത്. ഈശോയെ കണ്ടറിഞ്ഞ ആ തൊട്ടറിഞ്ഞ മനുഷ്യൻ ആ സമയത്ത് പറഞ്ഞത്, എന്റെ നട്ടലിന്റെ വേദന, നടുവിന്റെ വേദന ഈശോ ആ സമയത്ത് സുഖപ്പെടുത്തി. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹ അനുഭവത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വരേണ്ടതെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയും അവിടെ നിന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിക്കുകയും ചെയ്യുന്നത് വരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. എനിക്ക് നീതി കിട്ടണം. ആ നീതി കിട്ടുന്നത് വരെ, ആ സഹനത്തിൽ നിന്നുകൊണ്ട് ആ നീതി കിട്ടുന്നത് വരെ ഞാൻ വിട്ടുമാറാതെ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യാപരിക്കും. നമ്മൾ സഹനം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ എവിടെയാ സൗഖ്യം കിട്ടുന്നത്? എവിടെയാ നമുക്ക് സമാധാനം കിട്ടുന്നത്? ഒരു പ്രശ്നം വരുമ്പോ ആ ദൈവത്തിന്റെ നീതി നടപ്പാകുന്നത് വരെ ദൈവസന്നിധിയിൽ നാം വ്യാപരിക്കണമെന്ന് മിക്ക പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല ഓടുവല്ല വേണ്ടേ, നിന്ന് കൊടുക്കാൻ. കർത്താവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ നീതി ലഭിക്കപ്പെടുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാൽ കർത്താവിന്റെ നീതി നമ്മളിൽ വെളിപ്പെടാൻ. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തുകയും ചെയ്യുന്നത് വരെ ഞാൻ കർത്താവിന്റെ രോഷം സഹിക്കും. ഞാൻ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയി, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ? പാപം വരുന്നത് കൊണ്ട്. ഈ സഹനം വരുന്നത് എന്തുകൊണ്ടാ? ചില പാപത്തിന്റെ അവസ്ഥ നമ്മുടെ ചില വ്യക്തികളുള്ള ക്ഷമിക്കാനുള്ള ചില അവസ്ഥ അതവിടെ കിടക്കുവോ? ഉള്ളിൽ കിടക്കുവോ? ചില പാപാവസ്ഥ എൻ്റെയും നിങ്ങളുടെ ഉള്ളില് കടക്കുമ്പോ ആ പാപാവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടണമെങ്കിൽ കർത്താവിന്റെ രോക്ഷം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ സഹനം ഇത് വിട്ടുപോകണം. ഈ സംഭവം സഹനം വരുമ്പോഴാണ് വിളിക്കുമ്പോഴാണ് ദുസ്വഭാവങ്ങള്, ദുശാഠ്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുക. വചനം കേട്ട് ആ വചനമാകുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് ചില അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ ചില ഭിന്നതയുടെ, അല്ലെങ്കിൽ കലഹത്തിന്റെ, അസൂയയുടെ, സ്വാർത്ഥതയുടെ ചില അരൂപികള് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടകന്നു പോകും. അടുത്ത സ്റ്റെപ്പ് ജോബിനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ജോബിന്റെ ജീവിതത്തിലേക്ക് എന്ത് സഹന ദൈവം അയച്ച്, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കൊണ്ടുപോയി. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം കൊടുത്തേ ഉള്ളൂ. സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം വരം കൊടുക്കുകയാ. ആ വരത്തിനു വേണ്ടി, ആ കൃപയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുവാൻ വേണ്ടി ദൈവം എത്രമാത്രം സഹനങ്ങളിലൂടെയാ ജോബിനെ ദൈവം നയിച്ചത്. പക്ഷെ ജോബ് വേറെ എങ്ങോട്ട് നോക്കിയില്ല. ദൈവമായ കർത്താവിന്റെ മുമ്പില് ഈ രോക്ഷം അവസാനിക്കുന്നത് വരെ, കർത്താവിന്റെ നടപ്പാക്കുന്നത് വരെ ദൈവസന്നിധിയില് കൃത്യതയോടെ വ്യാപരിച്ചപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ജോബിന്റെ ജീവിതത്തില് വെളിപ്പെട്ടത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ശത്രുക്കൾ അത് കാണും. നിന്റെ ദൈവമായ കർത്താവ് എവിടെയെന്ന് ചോദിച്ചവളെ ലജ്ജ മൂടിക്കളയും. തെരുവിലെ ചെറുപോലെ അവൾ ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അവളുടെ പതനം കണ്ട് ആഹ്ലാദിക്കും. നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു. അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു ഡ്രൈവർ ചേട്ടൻ ഇപ്പൊ എനിക്ക് പറയാനായിട്ട് പരിശുദ്ധമായ പ്രേരണ തരുക. ഒരു ഡ്രൈവർ ചേട്ടനാ. ആ ചേട്ടനോട് പ്രായമുള്ളൊരു ചേട്ടനാ. ആ ചേട്ടനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞായറാഴ്ച വരുമ്പോൾ എപ്പോഴും എന്നെ കാണും, പറയും, ബ്രദറെ കാറ് വഴിയിലിടുന്നേ, സ്വന്തമായിട്ട് വാഹനമുണ്ട്, ഡ്രൈവ് ചെയ്ത് അതിൽ കൂടെ ഒരു വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, വിദേശത്തൊക്കെ വിടാൻ വേണ്ടിയിട്ട് നേഴ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമോ. അപ്പൊ ഈ ചേട്ടനോട് പറയും, ബ്രദറെ വഴിയിലാണ് കിടക്കുന്ന കാറ് കിടക്കുന്നേ വഴിയില, വീട്ടിലോട്ട് ചെല്ലണമെങ്കിൽ അവിടെ വഴിക്ക് വീതിയില്ല. അപ്പൊ ഞാൻ പറയും, ഈശോയാണ് വഴി. പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ഈശോയെ എന്നിലേക്ക് ഇറങ്ങി വരണേ എന്ന് പറയുമ്പോൾ വഴിയായി. ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും പറയും, ബ്രദറെ ഒന്ന് ഓർത്തേക്കണേ, എൻ്റെ കാര്യം ഒന്ന് ഓർത്തേക്കണം, എനിക്ക് വഴിയില്ല, വീട്ടിലോട്ട് വണ്ടികളില്ലാൻ പറ്റത്തില്ല, എനിക്ക് വീടൊന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹമുണ്ട്,
മക്കളുടെയൊക്കെ വിവാഹം വരുമ്പോൾ ഒരു ചെറിയ വീടാ, അത് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ ഒരു വണ്ടി, ഒരു ടിപ്പറയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി അകത്തോട്ടൊന്ന് കയറ്റിക്കൊണ്ട് ചെന്ന് ലോഡ് ഇറക്കാനായിട്ട്. ഒരു ചെറിയ വണ്ടിയിലും ചെല്ലുന്ന ഒരു പരുവത്തിൽ എനിക്കൊരു വഴിയൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. പക്ഷെ ഒരു കാരണവശാലും കൊടുക്കത്തില്ല. കാരണം ഈ മറ്റ് വീടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചേട്ടൻ വലിയ കോട്ട കെട്ടി വളച്ച് കെട്ടി മതിലുകൾ തീർത്ത് അതിനുള്ളിൽ ഗേറ്റൊക്കെ വെച്ചിട്ട് ഒരു മിലിറ്ററിയിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, റിട്ടയർഡായ ഉദ്യോഗസ്ഥൻ അവിടെ താമസിക്കും. അങ്ങോട്ടൊന്നും ചെന്ന് ചോദിക്കാൻ, നല്ല വലിയ പട്ടീനെയൊക്കെ വളർത്തിടുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ചോദിച്ചങ്ങോട്ട് ചെല്ലാൻ പോലും സാധ്യതയില്ല. ചേട്ടൻ ആകെ സാധ്യത ഈശോ അല്ലാതെ വേറൊരു സാധ്യതയും ഈ ചേട്ടൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നില്ല, അല്ല ഈ സാധ്യതയില്ല, വേറെ ഒന്നും ഇല്ല, വഴിയില്ല. അതുകൊണ്ടാണ് വന്നേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ചേട്ടൻ പ്രാർത്ഥിച്ച് അങ്ങനെ ഈ മിലിറ്ററി ഓഫീസറുടെ മക്കളൊക്കെ വിദേശത്തൊക്കെ പോയി. അപ്പം അവർ പറഞ്ഞു അവിടെ നിന്നൊക്കെ മാറി ടൗണിലേക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ, എറണാകുളം അതുപോലുള്ള ടൗൺ ഏരിയയിലേക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ ഈ സ്ഥലം വിറ്റു. അപ്പം അതിനേക്കാൾ സമ്പന്നനായ ഒരു ചേട്ടനാണ് ഈ സ്ഥലം മേടിച്ചത്. ഈ സ്ഥലം മേടിച്ചപ്പോൾ ഈ മേടിച്ച ചേട്ടന് ഒരു തീരുമാനം എടുത്തു, ഈ കോട്ട പൊളിച്ചേക്കാന്ന് വിചാരിച്ചു. ഈ മതിലെല്ലാം പൊളിച്ചിട്ട് നല്ല മതിലുണ്ടാക്കാൻ തീരുമാനം എടുത്തു. അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ എന്നെ അടുത്തൊന്ന് ചോദിച്ചു, ബ്രദറെ ഞാൻ ആ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ, ഇച്ചിരി സ്ഥലം തരാമോ എന്ന് ചോദിക്കട്ടെ വണ്ടി പോകാനായിട്ട്. ഇവിടെ നല്ല ചേട്ടനെ കർത്താവ് കൊണ്ട് സ്ഥാപിച്ചിരിക്കും. ഈ ചേട്ടന്റെ നിലവിളി കേട്ടപ്പോ ദൈവമായ കർത്താവ് ആ സ്ഥലത്ത് വന്ന് നിൽക്കുക, ഈശോ വന്ന് നിൽക്കുക. ചോദിച്ചപ്പോ ആ ചേട്ടൻ സമ്മതിക്കുക, വഴി കൊടുക്കാനായിട്ട് തീരുമാനമായി. അങ്ങനെ ഈ ചേട്ടന്റെ വീട്ടിലോട്ട് ഒരു വാഹനം പോകുന്ന രീതിയിൽ കർത്താവ് വഴി തുറന്നു കൊടുത്തു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരും, അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും. കരമടിച്ച് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ സംഭവിക്കുന്ന തിരുവെഴുത്ത്, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും, പൂർത്തീകരിക്കപ്പെടും. വചനം കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ ആരൊക്കെയോ ഇരിപ്പുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനം തരുന്നത് ആരുടെയൊക്കെയോ അതിരുകള് കർത്താവ് വിസ്തൃതമാക്കാൻ പോകുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കണ്ണുനീരോടെ വിളിക്കാമോ? അസറിയ മുതൽ ഈജിപ്ത് വരെയും, ഈജിപ്ത് മുതൽ നദി വരെയും, കടൽ മുതൽ കടൽ വരെയും, പർവ്വതം മുതൽ പർവ്വതം വരെയും ഉള്ളവർ അന്ന് നിന്റെ അടുക്കൽ വരും. എന്നാൽ അന്ന് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അവരുടെ പ്രവൃത്തിയുടെ ഫലമായി ശൂന്യമായി തീരും. നമ്മൾ മോശമായ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമ്മൾ വസിക്കുന്നിടം ശൂന്യമാകുക, ശൂന്യമാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ശവാടക്കിന് ചെന്നപ്പോൾ അപ്പോൾ ആ മരിച്ച വീട്ടിൽ ചെന്ന് വണ്ടി ഇടാനായിട്ടൊരു നിർത്തിയില്ല. അപ്പം നോക്കിയപ്പോൾ ആ ചുറ്റുപാടുമുള്ള എല്ലാ ഗേറ്റുകളും അടഞ്ഞു കിടക്കുക, ഒരു ഗേറ്റ് പോലും തുറന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചത്, എവിടെ വണ്ടി ഇടും? ഈ വീട്ടിലോട്ടൊന്ന് പോകണമെങ്കിൽ ഞാൻ ചെന്നിരിക്കുന്ന വാഹനം പാർക്ക് ചെയ്യാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചു, അപ്പുറത്തേക്ക് ഗേറ്റ് തുറന്നു തരത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അപ്പുറത്തേക്ക് തുറന്നു. ഞാൻ പറഞ്ഞു ഞാനൊന്നും ചോദിക്കാൻ തുറന്നു തരാനായിട്ട്. അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചറിയോ? ഇവരെല്ലാം തമ്മിൽ ശത്രുതയാണ്, അതുകൊണ്ട് ഒരു ഗേറ്റ് പോലും തുറക്കപ്പെടുന്നില്ല. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മനുഷ്യന്റെ ദുരവസ്ഥ കാരണം ദൈവത്തിന്റെ കോപം അവിടെ മേൽ ജ്വലിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കാം? ആ കുടുംബത്തില്, ആ ദേശത്ത് എന്ത് സംഭവിക്കാം? അനുഗ്രഹം കടന്നു വരത്തില്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസറിയ മുതൽ ഈജിപ്ത് വരെയും, ഈജിപ്ത് മുതൽ നദി വരെയും, നദി മുതൽ കടൽ വരെയും, പർവ്വതം മുതൽ പർവ്വതം വരെയും ഉള്ളവർ അന്ന് നിന്റെ അടുക്കിലേക്ക് വരും. എന്നാൽ അന്ന് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അവരുടെ പ്രവൃത്തിയുടെ ഫലമായി ശൂന്യമായി തീരും. എന്ത് സംഭവിക്കും? ശൂന്യത ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയും ചെയ്യരുത്. വരുന്നവരുടെ വേദന, അവർ പ്രാർത്ഥിക്കും, കർത്താവേ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പ്രാർത്ഥിക്കാതിരിക്കുമോ? ഗേറ്റ് തുറക്കുന്നില്ല. അനുഗ്രഹമായിരിക്കോ സഹനായിരിക്കോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ചിന്തിച്ചോ? ദൈവം എന്ത് ചെയ്യും? ഈ മാനസാന്തരം വരണത് സംഭവിക്കട്ടെ. വ്യക്തികൾക്ക്, കുടുംബത്തിന് മാനസാന്തരം സംഭവിക്കണമെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് സഹനം അയക്കുമ്പോൾ, അവർ ദൈവസന്നിധി വരുമ്പോൾ, വചനം കേൾക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ രൂപാന്തരീകരണം, മാറ്റം സംഭവിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ ഇടവകയിൽ എന്തുമാത്രം ആളുകൾ മാനസാന്തരപ്പെടാനുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. മനസ്സിന് മാറ്റം, ശത്രുത, കലഹം, ഭിന്നത, വിഭാഗിചിന്ത, വിദ്വേഷം ഇതെല്ലാം വെച്ചു പുലർത്തുമ്പോ എങ്ങനെ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും? വീഴ്ച ഉണ്ടാകുന്നപ്പോഴാ. മിക്ക പ്രവാചകങ്ങളിലൂടെ കർത്താവിന്റെ ആത്മ പറയുന്നു വീഴ്ച ഉണ്ടാകുന്നപ്പോഴാ. കർത്താവിന് പറഞ്ഞു, അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിക്കുകയും ചെയ്യുന്നത് വരെ ഞാൻ കർത്താവിന്റെ രോഷം സഹിക്കും. നീതി അവന് കിട്ടുന്നത് വരെ കർത്താവിന്റെ രോഷം ഇപ്പുറത്തുള്ളവൻ സഹിക്കേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ മിക്ക പ്രവാചകരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹിക്കേണ്ടി വരും. അവൻ ദിവസനെ പ്രാർത്ഥിക്കുമ്പോ വരുന്നത് സഹനമാണോ? ഇങ്ങനെ സഹനം വരുന്നേ. കർത്താവിന്റെ വചനം ഓർമ്മപ്പെടുത്തുക, വിശുദ്ധീകരിക്കപ്പെടുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ സഹനം വരുന്നപ്പോഴാ. പിടിച്ചു എന്ന് പറഞ്ഞാൽ പിടിക്കാൻ പറ്റത്തില്ല, സംഭവം എടുത്തു എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. ഈ വ്യക്തിയുടെ ഹൃദയത്തില് മാനസാന്തരം സംഭവിക്കുന്നതുവരെ സഹനം അവന്റെ ജീവിതത്തില് അഗ്നി പോലെ ജ്വലിക്കുമെന്ന് മിക്ക പ്രവാസികളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. മാനസാന്തരപ്പെടുവൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സൽപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ, നന്മയുള്ള പ്രവർത്തികൾ, പരിശുദ്ധമായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടും. ചില സഹനങ്ങൾ വരുന്ന മറ്റുള്ളവർ പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി. എന്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്? മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മനസ്സിന് മാറ്റം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് വിട്ടുപോകുന്നവരെ എന്നോട് ശ്രദ്ധിച്ച്, വചനം ശ്രദ്ധിച്ച്, അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിത്തരികയും ചെയ്യുന്നത് വരെ ഞാൻ കർത്താവിന്റെ രോഷം സഹിക്കും. ഞാൻ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയി, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കുന്നത് വരെ സഹനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? മാനസാന്തരപ്പെടുന്നത് വരെ സഹനം, വേദന നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ പാപം വിട്ടുപോകണം, ഈ ദുസ്വഭാവം വിട്ടുപോകുന്നത് വരെ സഹനം നമ്മുടെ ജീവിതത്തിലേക്ക്. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് വരുവാ. എന്തിനാ വരുന്നേ? മാനസാന്തരം സംഭവിക്കണം. ഈ മാനസാന്തരം സംഭവിച്ചാലോ പിന്നെ വിശുദ്ധീകരണത്തിന് ആവശ്യമുണ്ടോ? എന്നിട്ട് കർത്താവ് പറയുകയാ, എന്താ പറയുക? എന്റെ ശത്രുക്കൾ അത് കാണും. എന്നെ എതിർത്തവര്, എന്നെ നിഷേധിച്ചവര്, എനിക്കെതിരെ അപവാദം പറഞ്ഞു പരത്തിയവര് എന്ത് കാണും? ദൈവത്തിന്റെ രക്ഷ ദർശിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവൻ ദൈവത്തെ കണ്ടാൽ, ആ ദൈവത്തെ അനുഭവിച്ചാൽ, ദൈവത്തെ കണ്ടുമുട്ടിയാൽ ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കുവാൻ അവന് സാധ്യമാകുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പു തരികയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അനുതാപത്തോടെ പ്രാർത്ഥിക്കുക. അനുഗ്രഹത്തിനായിട്ട് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. യേശു ലോകത്തിന്റെ പ്രകാശമാണ്. വിളിക്കും വരും. മാനസാന്തരം. ഈശോ പറഞ്ഞത് എന്താ? മാനസാന്തരപ്പെടുവൻ. സ്നാപയോനാൻ പറഞ്ഞു മാനസാന്തരപ്പെടുവൻ. അണലി സന്തതികളെ, ആസന്നമായ ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ആരാ നിങ്ങളോട് പറഞ്ഞേ? സ്നാപയോനും ചോദിക്കുവോ? ദൈവത്തിന്റെ ക്രോധം വരിക, കോപം വരിക പാപം നിലനിൽക്കുമ്പോഴാണ്. നമ്മൾ വൃത്തികേട് കാണിക്കുമ്പോൾ, മോശമായ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കോപം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ കോപത്തെ ശമിപ്പിക്കുന്ന എപ്പോഴാ? ദിവ്യ കാരുണ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോ കോപാഗ്നി, ജ്വലിക്കുന്ന കോപാഗ്നിയിലേക്ക് യേശുവിന്റെ രക്തം വ്യാപരിക്കപ്പെടുമ്പോ അഗ്നിയുടെ ആ ജ്വാല അതിനെ കെടുത്തിക്കളയും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു രോഗം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ ആരോട്? ഈശോയോട് ചേർന്ന് നിൽക്കാൻ. ക്യാൻസർ രോഗി ഈശോയുടെ അടുത്തോട്ട് വരാൻ, എന്നിട്ട് തന്റെ ബലഹീനതകൾ ഏറ്റു പറയാൻ. പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് മാനസാന്തരത്തിന് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ചില ദുസ്വഭാവങ്ങൾ, ഒരു മദ്യപാനി എന്നോട് പറഞ്ഞു, ആഗ്രഹമുണ്ട് ബ്രദറെ, പക്ഷെ പറ്റുന്നില്ല. ഈ ദുസ്വഭാവം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ ദുസ്വഭാവത്തെ ഏറ്റെടുത്തുകൊണ്ട് അതിനുള്ളിൽ നിന്ന് രക്ഷ നേടിത്തന്ന ഒരു ദൈവം, കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിലൂടെയാണ് രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യപ്പെടുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സഹനം എന്തിനു വേണ്ടിയാ? ഈശോയിലേക്ക് അടുക്കാനാ.
ഇതിൻ്റെ കാരണം നമ്മൾ നല്ല നമ്മളങ്ങ് തീരുമാനിക്കുക. നമ്മൾ നല്ലതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്കുണ്ടെന്നാണ് ഈ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധിയോട് തുലനം ചെയ്തപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ വസിക്കുന്നതിന് കാരണം സൈന്യങ്ങളുടെ രാജാവായ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ദൈവത്തെ കണ്ടപ്പോ തൻ്റെ അശുദ്ധി അവിടെ വെളിപ്പെട്ടു. താൻ അശുദ്ധമായ അധരമുള്ളവനാണ്, അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവനാണ്. മോശമായ പ്രവർത്തി ചെയ്യുന്നവരുടെ ഇടയിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തി, ചെമ്പിലെ ക്ലാവ് എന്ന പോലെ ദുഷ്ടന്റെ ദുഷ്ടത നിന്നിലേക്ക് വമിക്കും. പാപികളുടെ വഴി വ്യാപരിക്കുകയോ പരിഹാസയുടെ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. നീർച്ചാലരികു നട്ടതും യഥാകാലം ഫലം ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെ അവന്റെ പ്രവർത്തികൾ സഫലമാകും. ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവപ്രമാണങ്ങളോടും ദൈവകൽപ്പനകളോടും ചേർന്ന് നിൽക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കണം, കർത്താവ് ഇന്ന ബലഹീനതയുണ്ട്, അതിൻ്റെ മേൽ കൃപ തരാവോ. പൗലോസിനെ ചോദിച്ചതാ, കൃപ തരാവോ, ഇതിന്ന് മോചനം തരാം. ഞാൻ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമാണ്, പക്ഷെ ഇന്ന ബലഹീനതകൾ എന്നെ അടിമപ്പെടുത്തുകയാണ്. ആ ബലഹീനതയുടെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുമ്പോ, ആ ബലഹീനതയുടെ മേൽ ദൈവശക്തി വെളിപ്പെടുമ്പോ നമ്മൾ എന്തായിട്ട് മാറും? ദൈവം തന്നെയായിട്ട് മാറുകയാണ്, യേശുവായിട്ട് മാറുകയാണ്. അത്ഭുതം സംഭവിക്കുന്നത് എങ്ങനെയാ? അടയാളങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാ? ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് വരിക, ദൈവശക്തി നമ്മളിലേക്ക് വരിക. ഇത് ആരെ മാമോദീസ സ്വീകരിച്ച എല്ലാവരിലേക്കും ദൈവാത്മാവ് വ്യാപരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആത്മാവിലൂടെ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരിക. ഈ ശക്തിയാണ് പകരപ്പെടുന്നത്. ഇത് കൊടുക്കാൻ നമ്മളെ ഈശോ വിളിച്ചത്, നമ്മൾ ഓടി നടക്കാനല്ല. ഈശോ വിളിച്ചത് നിന്നിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുവാനാണ്. ഇവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. എന്തിനുവേണ്ടിയാ? ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ ഇവരിലൂടെ പരിശുദ്ധാത്മാവ്, ഇവർ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക, വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവരാ. ഇവരുടെ ദൗത്യം എന്താ? പരിശുദ്ധാത്മാവ് ഇവരിലൂടെ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കപ്പെടണം. ഇവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനങ്ങളോട് വ്യാപരിക്കപ്പെടണം. ഇതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. എന്താ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ലക്ഷ്യം? എന്താ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ ഇവർക്ക് സഹനം ഇല്ലായ്ക ഉണ്ടോ? ഇല്ല. സഹനം വരുമ്പോ ഇവര് കൂടുതൽ അളവിൽ പ്രാർത്ഥിക്കാൻ ദൈവം പറയും. ചില അശുദ്ധി ഉള്ളിലുണ്ട്, ചില പൈശാചികത ഉള്ളിലുണ്ട്, ചില തിന്മയുടെ പ്രവർത്തികൾ ഉള്ളിലുണ്ട്. ചിലപ്പോൾ അരിശമായിരിക്കാം, ദേഷ്യമായിരിക്കാം, ദുഃഖമായിരിക്കാം, ആകുലതയായിരിക്കാം, നിരാശയായിരിക്കാം, ജീവിക്കണം എന്നുള്ള തോന്നലായിരിക്കാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കാണും. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വിട്ടുമാറണമെങ്കിൽ എന്ത് സംഭവിക്കും? സഹനം ജ്വലിക്കും, ചെറിയ സഹനങ്ങൾ വരും. ഈ സഹനത്തിലും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ രക്ഷാകര പദ്ധതി എന്താ? എന്നെ നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഈശോട് പറഞ്ഞു, കുരിശെടുത്ത് കുരിശുമരണത്തിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പിതാവ് കൽപ്പിച്ച് പുത്രനെ പറഞ്ഞയക്കുക. സഹനമില്ലാതെ രക്ഷയില്ല മക്കളെ. ആ സഹനത്തെ നമ്മുടെ പാപത്തെ ഈശോ ഏറ്റെടുത്തപ്പോ ഗെത്സമനി തൊട്ട് ഗാഗുൽത്ത വരെ അവൻ സഹിക്കാത്ത സഹനങ്ങളില്ല. ആ സഹനങ്ങളിലൂടെയാണ് എന്നെ നിങ്ങളെ വീണ്ടെടുത്തതെങ്കിൽ ഓരോ സഹനങ്ങളിലൂടെയും നമ്മളെ വീണ്ടെടുക്കുവാനാണ് സഹനം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ വിളിക്കാമോ? അപ്പൊ ചുമ്മാ കിട്ടത്തില്ല ഒരു കാരണവശാലും. ദൈവാനുഗ്രഹം ചുമ്മാ കിട്ടത്തില്ല. ഒരു സഹനം കഴിയുമ്പോൾ ഒരു അനുഗ്രഹം, അടുത്ത സഹനം കഴിയുമ്പോൾ ഒരു അനുഗ്രഹം. ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, സഹനമാ, കയറിപ്പോകാൻ യാതൊരു നിവൃത്തിയില്ല. വിദേശത്തേക്ക് പോയത് ന്യൂസിലാണ്ടില്ല, ഒരു ജോലി സാധ്യതയില്ല. പൊക്കോട്ടെന്ന് വിചാരിച്ചു, പോട്ടെ, കയറിപ്പോട്ടെ. അങ്ങനെ ന്യൂസിലാൻഡിൽ ചെന്നു. അവിടെ ചെന്ന് ഒരു സാധ്യതയില്ല. കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ ധൈര്യം ഇടരുത്, നീ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മധൈര്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വിളിക്കും, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറയും. അങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നീ ഓസ്ട്രേലിയക്ക് ഉള്ള പേപ്പേഴ്സ്, അവിടെ പോകാനുള്ള ആ പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ജോലിക്ക് പോയുള്ള അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള കാര്യങ്ങൾ അവിടുന്ന് നീക്കി. പരിശുദ്ധാത്മാവ് പറയുമോ? ചെയ്യാൻ പറയും. ഇവിടെ ഒരു നിവൃത്തി അവിടുന്ന് ഇവർക്ക് ജോലി കിട്ടുന്നില്ല. പക്ഷെ അവൾ പറയും, ഞാൻ പതറാതെ, ഞാൻ തളരാതെ, എൻ്റെ മനസ്സ് അസ്വസ്ഥമാകാതെ ഞാൻ ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഇവിടെ ഫലം എന്താണെന്നറിയോ? ഇവർക്ക് അതിനുള്ള പേപ്പേഴ്സ് വെച്ച് അതെല്ലാം ശരിയോ, അങ്ങോട്ട് ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ തെളിയുകയാണ്. ഇനി സംഭവിച്ചതെന്നറിയോ? അവൾക്ക് ഇന്റർവ്യൂവിന് അവിടുന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ശരിയായോ? ശരിയാവുക. അപ്പോൾ പറഞ്ഞു, എനിക്ക് പ്രത്യാശ എന്നെ വിട്ടുപോയില്ല, നിരാശ എനിക്ക് ഉണ്ടായിട്ടില്ല. പ്രത്യാശ
നിങ്ങളെ നിരാശരാക്കുന്നു. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നിരാശയില്ലാത്ത ദൈവസനയിലുള്ള പ്രാർത്ഥനയിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിലൂടെ ദൈവത്തിന്റെ രക്ഷ നമ്മൾ അനുഭവിച്ചിരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയമങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ ജീവിത ഭാരത്തെ ഈശോയ്ക്ക് വിട്ട് നമ്മുടെ രോഗങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കാം. ദൈവത്തിൽ ഒരിക്കലും രോഗമില്ല, ദൈവത്തിൽ ഒരിക്കലും നിരാശയില്ല, ദൈവത്തിൽ ഒരിക്കലും ദുഃഖമില്ല, ആകുലതയില്ല, ഒന്നുമില്ല. ഇതെല്ലാം നമ്മളിൽ വന്ന് കയറിയിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മളെ വിട്ടൊകന്ന് പോകണം. നമ്മുടെ ജീവിതയാത്രയിൽ എവിടെ നിന്നൊക്കെയോ പിടികൂടിയിരിക്കുന്ന ചില അസ്വസ്ഥതകളാണെന്ന് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയാൽ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട്, യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഓരോ സഹനങ്ങളും രക്ഷാകരമാക്കുവാനുള്ള ദൈവിക സാധ്യതയ്ക്ക് വേണ്ടി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രക്ഷ അനുഭവിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് വഴി തുറന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു, സ്വരമുയർത്തി സ്തുതിച്ചേ. എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിന്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിന്റെ രോക്ഷം സഹിക്കും. ഞാൻ സഹനത്തിൽ നിന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സഹനത്തിൽ ഓടിപ്പോണോ? ഇല്ല. സഹനത്തിൽ എന്ത് ചെയ്യണ്ടേ? സഹനത്തിലും പ്രാർത്ഥിക്കുക. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട വേദനയുടെ സമയത്ത്, തകർച്ചയുടെ സമയത്ത്. ഈ തകർച്ച വിട്ടുമാറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രോഗശാന്തി കിട്ടും, അല്ലേ? അല്ലെങ്കിൽ കടബാധ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഓടിപ്പോവല്ല. ഈ തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ വീണ്ടും ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. വീണ്ടും ഉയർത്തുമല്ല, താഴോട്ട് കൊണ്ടുവരുമല്ല. എങ്ങോട്ട് കൊണ്ടുപോയേ? ഈജിപ്തിലേക്കല്ല കൊണ്ടുപോയേ, ഈജിപ്തിലേക്ക് പോയതാണ്. അതാണ് നിന്റെ പാപം മൂലമാണ് ദൈവത്തിന്റെ രോക്ഷം നിന്നിലേക്ക് കടന്നത്. ഈ അടിമത്തത്തിലേക്ക് പോയതാ, നീ കിണറ്റിലേക്ക് പോയതാ. പക്ഷെ ഉയർത്തുവാൻ ദൈവം അവിടെ ഉണ്ട്. ജോസഫിനെ പൊട്ടക്കിണറ്റിലിടുമ്പോ പരിശുദ്ധാത്മ പ്രേരണ കൊടുക്കും. സഹോദരങ്ങളോട് പറയാം, അവിടെ ഇട്ടിട്ട് കാര്യമില്ല, വിറ്റോളാൻ പറയുക. അവന് വിറ്റ് ഇച്ചിരി പൈസ കിട്ടും, അവന് വിറ്റു. അങ്ങനെ പോത്തിഫറിനെ വിൽക്കുക. അവിടുന്ന് പോത്തിഫറിന്റെ വീട്ടിൽ വെക്കുമ്പോൾ അവിടെ വെച്ചും അവിടെയും തിന്മ വരുന്നുണ്ടോ? അവിടെ എല്ലാം അഭിവൃദ്ധി ഉണ്ടാകുന്ന ദൈവം കൂടെ നിൽക്കുക. ഇവിടെ നമ്മൾ ദൈവം കൂടെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം പക്ഷത്ത് നിൽക്കാൻ, ദൈവം പക്ഷത്തുള്ള ഒരു ജനതയാ ഇസ്രായേൽ ജനം. ദൈവം കൂടെ നിൽക്കാനായിട്ട് പ്രാർത്ഥിക്കും. പുതിയ ഇസ്രായേലായിട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. പുതിയ ഇസ്രായേലാണ് നമ്മൾ ഓരോരുത്തർ. അക്രൈസ്തവരായിട്ടുള്ളവരൊക്കെ പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഈ ദൈവം, ഉയർത്തെഴുന്നേറ്റ ദൈവം, ഉദ്ധിതനായ യേശു തകർച്ചകളെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ആ ബലഹീനതകളെ തകർത്തുകൊണ്ട് ഉദ്ധാനം ചെയ്ത് ഇന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ദൈവമായ കർത്താവ്, ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടുകൂടി ആരാധിക്കാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ, ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് 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 അഭിഷേകം നിറയട്ടെ, 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 ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ, പൈശാചിക കോട്ടകൾ തകർക്കപ്പെടട്ടെ, ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ നീങ്ങിപ്പോട്ടെ, ബലഹീനതയുടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കാര്യങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയോട് കരുണയായിരിക്കണേ. ഈ ശരീരത്തോട്, ഈ ആത്മാവിനോട്, ഈ ജീവനോട്, ഈ ജീവിതത്തോട്, ഞാൻ ചെയ്തു പോയ പ്രവൃത്തികളോട്, ആ ചെയ്തികളോട് കർത്താവെ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ.
സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ശരീരത്തിന്റെ ബലഹീനതയുടെ മേല് ദൈവത്തിന്റെ അത്ഭുതമായ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലവേദനയുള്ള 7 വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 7 പേരെ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തണമെന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് ബന്ധന വിശുദ്ധ ജലത്താൽ കർത്താവ് തന്റെ ജനത്തെ വിശുദ്ധീകരിക്കുക, പൗരോഹിത്യത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ പൗരോഹിത്യത്തോട് ചേർന്നുകൊണ്ട്, സഭാപിതാക്കന്മാരോട് ചേർന്നുകൊണ്ട്, മാർപ്പാപ്പായോട് ചേർന്നുകൊണ്ട്, കർദിനാൾ സംഘത്തോട് ചേർന്നുകൊണ്ട്, കരങ്ങൾ ഉയർത്തിയ വിശ്വാസത്തോട് പത്രോസിന്റെ സിംഹാസനത്തോട് യേശു കൊടുത്ത അധികാരത്തോട് ചേർന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരുന്നേ നന്നായിട്ട് സ്തുതിച്ച് കെട്ടഴിയട്ടെ. 50 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ നന്നായിട്ട് വാ വിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. ശക്തി ലഭിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ. രോഗശാന്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വലിയ വിടുതൽ സംഭവിക്കട്ടെ. വലിയ മാനസാന്തരം സംഭവിക്കട്ടെ. വലിയ കൃപ ഓരോ മക്കളിലേക്ക് ദൈവിക കൃപ അധികമായിട്ട് വർഷിക്കപ്പെടട്ടെ, നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? സർവശക്തിയോടെ ഒന്ന് വിളിക്കാമോ? നമുക്ക് സമർപ്പിക്കാം. സമർപ്പണത്തിന് സമയമായി. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾക്കിരിക്കുന്ന അധ്വാന ഫലത്തിന്റെ ഒരു ഭാഗം ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുക. കർത്താവെ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖലയുടെ മേൽ കടബാധ്യത എന്ന അരുവി വ്യാപരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, വേദന അതിലൂടെ ഹൃദയതലങ്ങളിൽ വ്യാപരിക്കപ്പെടുന്നുണ്ട്, ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഈശോ സുഖപ്പെടുത്തുക, അനുഗ്രഹിക്കുക. ആ ബലഹീനതയുടെ മേൽ കർത്താവിൻ്റെ ശക്തി, ആ കുറവിൻ്റെ മേൽ കർത്താവിൻ്റെ നിറവ് കർത്താവ് വെളിപ്പെടുത്തുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതെങ്കിലും മേഖലയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മക്കളുടെ ജീവിതത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൽ നിന്നെല്ലാം കർത്താവ് മോചനം നിന്ന് അതിരുകളെ കർത്താവ് അവിടുന്ന് വിസ്തൃതമാക്കുക. കരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കർത്താവെ അനുഗ്രഹിക്കണേ, സമൂഹത്തെ അനുഗ്രഹിക്കണേ ഈശോയെ. വിടുതൽ നൽകി അനുഗ്രഹിക്കണേ ഈശോയെ. ബാധ്യതകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് ഒക്കെ അവിടുന്ന് മോചനം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? നമ്മുടെ സമർപ്പണം നടത്തിക്കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.
ഈശോ ജനമധ്യത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധ കുർബാനയായി അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരിക. ഈ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ എന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ എന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈ ലോക സമ്പത്തിനേക്കാൾ ഈ ലോക ബന്ധങ്ങളെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോക സമ്പത്തിനേക്കാൾ ഈ ലോക ബന്ധങ്ങളെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക്
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കരമുയർത്തി ഒറ്റ വിളി ഈശോയേത് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കാം, പ്രത്യാശയോടെ വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാർത്ഥിക്കും. നമ്മൾ ആഗ്രഹിച്ച് ഈശോ അങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ പ്രശ്നത്തിലേക്ക്, ആ പ്രതിസന്ധികളിലേക്ക് കർത്താവ് ഇറങ്ങി വരാൻ നമുക്ക് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം. ഈശോ ഇറങ്ങി വരണേ. സ്ഥലം വിൽക്കാനുള്ളവരുണ്ട്, ജോലി ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നവരുണ്ട്, വിവാഹ തടസ്സം മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വീട് ലഭിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനും പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബത്തിലെ കലഹം ഒഴിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ എല്ലാ നിയമങ്ങളും സമർപ്പിക്കും. തിന്മയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് ഇതാണ് വെളിപ്പെടുത്തി. എൻ്റെ ശത്രുക്കളെ, എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. തിരുവോസ്തിയിലേക്ക് നോക്കിക്കുകയും ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം നമുക്ക് ദൃശ്യമാണ്. വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വരണേ. കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ, ഈശോയുടെ സന്നദ്ധി പ്രാർത്ഥിച്ചതുപോലെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ടച്ച് ചെയ്ത ഏറ്റവും ഒരു വലിയ വചനമാണ്, എൻ്റെ മനസ്സിനെ ഉണർത്തുന്നൊരു വചനമാണ്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, സുഖപ്പെടുത്താൻ സാധിക്കും. അങ്ങൊന്ന് മനസ്സ് വെച്ചാൽ മതി. മനസ്സുള്ളൊരു ദൈവമാണ്. വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഹൃദയപരമാർത്ഥത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് സമീപസ്ഥനാണെന്ന് സങ്കീർത്തകനിലൂടെ, ദാവീദിലൂടെ കർത്താവ് അരുളിച്ചിട്ടുണ്ട്. ചങ്ക് തുറന്ന് വിളിക്കണം. നാണക്കേടൊന്നും വേണ്ട, ഈശോ എന്ന് വിളിക്കുക. അന്ധനായ ബർത്തിമേയുസ് വഴിവെക്കി കിടന്നുകൊണ്ട് അവൻ ആഗ്രഹിച്ച്, എനിക്ക് കണ്ണ് കാണണം, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം, നഷ്ടപ്പെട്ടത്, ഇല്ലാത്തത് എനിക്ക് വേണം, ദുശാഠ്യമാണ്. യേശുവിൻ്റെ സന്നദ്ധിയിൽ ഞാനും നിങ്ങളെ ശാഠ്യം പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ, ഒരു കുഞ്ഞു ബാവയെ പോലെ. കർത്താവ് നമ്മളെ കുഞ്ഞുങ്ങളായിട്ട് കാണും. എന്നെ നിങ്ങളെയൊക്കെ കാണുന്നത് ഒരു ശിശുവായിട്ടാണ്. ഈശോയോട് പ്രാർത്ഥിച്ച മക്കൾ, ഇന്ന പ്രശ്നം ഞാൻ നേരിടുക, വസ്തു വിൽക്കാൻ ഇട്ടിട്ടുണ്ട് കർത്താവേ, അതൊന്ന് വിറ്റ് കിട്ടായിരുന്നു, മകളെ കെട്ടിക്കായിരുന്നു, ഒരു വീട് വെക്കായിരുന്നു, ജോലി പ്രശ്നം എല്ലാം മാറിപ്പോയേനെ, കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ കയറ്റി വിടായിരുന്നു. ഇതിനെല്ലാം പ്രശ്നം, ഇതിന് തടസ്സം നിൽക്കുന്നത് ഈ സ്ഥലത്തിന്റെ കച്ചവടം തടസ്സപ്പെട്ട് നിൽക്കുക. ഞാൻ വീണ് കിടക്കുക, ഭവനമില്ല, കയറിക്കിടക്കാനായിട്ട് സ്ഥലമില്ല. ഒരു വാടക വീട്ടിൽ നിന്ന് 11 മാസം കഴിയുമ്പോൾ അടുത്ത വാടക വീട്ടിലോട്ട് പോവുക. മടുത്ത് കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിലോ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അന്ധനായ ബർത്തിമേയുസ് വിളിച്ച പോലെ, ദാവീദിന്റെ പുത്ര എന്നോട് കരുണയായിരിക്കണേ. എൻ്റെ ദുരവസ്ഥയോട്, എനിക്ക് കണ്ണ് കാണാത്തില്ലാത്തതുകൊണ്ട് ഞാൻ യാചകനായിട്ട് വഴിയരികിലിരിക്കുക, എനിക്ക് കാഴ്ച ലഭിച്ചാൽ ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം, എനിക്ക് കാഴ്ച തരാവോ? ഈശോയുടെ സന്നിധി ചോദിക്കുക, യേശുവേ, ദാവീദിന്റെ പുത്ര, ഈ പാപിയായ എന്നോട് കരുണയായിരിക്കണേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അന്ധനായ ബർത്തിമേയുസ്
തൊട്ടടുത്ത് നിൽക്കുന്നവര് ഈശോയാ പോകുന്നേ, മിണ്ടാതിരിക്കടാ, ഒച്ച വെക്കാതിരിക്കാൻ ബഹളം വെച്ച് പറയും. അവര് പറയും മിണ്ടാതിരിക്കാൻ പറയും. അവൻ നിർത്തിയില്ല. അവൻ ഉച്ചത്തിൽ നിന്ന് ഉച്ചത്തിലേക്ക്, അതിലും ഉച്ചത്തിലേക്ക് വിളിച്ചപ്പോ ഈശോ തിരിഞ്ഞു നിന്നു എന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നടന്നു പോകുന്ന യേശു എന്റെ ജീവിതത്തിലൂടെ എന്നെ ശ്രദ്ധിക്കാതെ ഈശോ നടന്നു പോയെങ്കിലോ, ഈശോയെ വിളിക്കുമ്പോ ഈശോ തിരിഞ്ഞു നിന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് തരുന്നു. കരങ്ങൾ ഉയർത്തി വിളിച്ച മക്കളെ, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് ചങ്കു തുറന്ന്, എൻ്റെ ഈശോയെ, ഇന്ന് ഈ നിമിഷം എൻ്റെ ജീവിതത്തിന്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന്, ഞാൻ നേരിടുന്ന ഈ വിഷമതയിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന്, ഈ ദാരിദ്ര്യത്തിൽ നിന്ന്, ഈ കടബാധയിൽ നിന്ന്, ഈ ഭവനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തുകയും ചെയ്യുന്നത് വരെ ഞാൻ കർത്താവിന്റെ രോഷം സഹിക്കുകയും, ഞാൻ അവിടേക്കെതിരായി പാപം ചെയ്തു പോയി അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. ഉറപ്പ്. നീ നിൽക്കുന്നിടത്ത് നിന്ന് നീ കണ്ണുനീരൊഴുക്കിയാൽ കർത്താവിന്റെ രക്ഷ, നീ ഇത്ര നാള് നീ കർത്താവിന്റെ രക്ഷ കണ്ടതാ. നീ അവിടെ നിന്നുകൊണ്ട്, നീ ആ സ്ഥലത്തു നിന്നുകൊണ്ട് ദൈവം നിന്റെ പാപത്തിൽ നിന്ന്, നിന്റെ ബന്ധനത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന സകല ചെറിയ ചെറിയ സഹനങ്ങളില് നീ പറ്റച്ചേർന്ന് ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോ ആ സഹനത്തിൽ നിന്ന് ദൈവം നിന്നെ എടുത്തുയർത്തി തിരുമാറിനോട് ചേർത്ത് തിരുരക്തം കൊണ്ട് കഴുകി നിന്നെ പൊന്നാക്കി മാറ്റുന്ന തമ്പുരാന്റെ സ്നേഹമാണ്. കാൽവരിയുടെ നെറുകയില് മരക്കുരിശി കടന്നുകൊണ്ട് അവൻ നമ്മളെ നോക്കി പറഞ്ഞു, ഇവർ ചെയ്യുന്നതൊന്നും ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രക്ഷ നമുക്ക് നേടിത്തന്ന മിശിഹായെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരമടിച്ച് ആർത്തിയോട് ആവേശത്തോടെ ഈ ദൈവത്തെ ജെറുസലേം തെരുവീതിയിലൂടെ കഴുതക്കുട്ടിയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ദൈവത്തെ ദൈവജനം ആരാധിച്ചതുപോലെ നമുക്കും മരച്ചില്ലുകളെത്തിക്കൊണ്ട് ദൈവമായ കർത്താവിനെ അവരാരാധിച്ചതുപോലെ അവർ വസ്ത്രങ്ങള് വഴിയിൽ വിരിച്ചുകൊണ്ട് അവരുടെ ദൈവത്തെ അവരാരാധിച്ചതുപോലെ നമുക്കും നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. തിരുവോസ്വരൂപനായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് പാപപങ്കിലമായി ശരീരത്തെ മഹത്വത്തിന്റെ ശരീരമാക്കുവാൻ സ്വന്തം ചോര കൊണ്ട്, ദൈവത്തിന്റെ ചോര കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകിക്കൊണ്ട് ആലയത്തെ പുനരുദ്ധരിക്കുന്ന തമ്പുരാന്റെ സ്നേഹത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാർത്ഥതയോടെ വിളിക്കാമോ? ചങ്കു തുറന്ന് വിളിക്കാമോ? ബർത്തിമേയുസ് വിളിച്ച പോലെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൽ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല.
എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കു മുൻപേ അവൻ പോയിടുന്നു, മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു. 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 പിച്ചളവാതിലുകൾ തകർത്തിടുന്നു, ഇരുമ്പോടാമ്പലുകൾ ഓടിച്ചിടുന്നു. പിച്ചളവാതിലുകൾ തകർത്തിടുന്നു, ഇരുമ്പോടാമ്പലുകൾ ഓടിച്ചിടുന്നു. പിച്ചളവാതിലുകൾ തകർത്തിടുന്നു, ഇരുമ്പോടാമ്പലുകൾ ഓടിച്ചിടുന്നു. പിച്ചളവാതിലുകൾ തകർത്തിടുന്നു, ഇരുമ്പോടാമ്പലുകൾ ഓടിച്ചിടുന്നു. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. ഹാഗാറിനെ പോലെ മരുഭൂമിയിൽ വിളിക്കും ഞാൻ എൻ്റെ ദൈവത്തെ. 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 വരും എൻ്റെ ദൈവം തുറക്കും നീറുറവ എനിക്ക് വേണ്ടി. ഇറങ്ങി വരും എൻ്റെ ദൈവം തുറക്കും നീറുറവ എനിക്ക് വേണ്ടി. ഇറങ്ങി വരും എൻ്റെ ദൈവം തുറക്കും നീറുറവ എനിക്ക് വേണ്ടി. ഇറങ്ങി വരും എൻ്റെ ദൈവം തുറക്കും നീറുറവ എനിക്ക് വേണ്ടി. തകർന്നവനോ നീ തകർന്നവളോ, ഇറങ്ങി വരും നിന്റെ ദൈവം. തകർന്നിടത്ത് തന്നെ നിന്നെ ഉയർത്തും. തകർന്നവനോ നീ തകർന്നവളോ, ഇറങ്ങി വരും നിന്റെ ദൈവം. തകർന്നിടത്ത് തന്നെ നിന്നെ ഉയർത്തും. കർത്താവിന്ന് യേശു കർത്താവിന്ന്, കർത്താവിന്ന് യേശു കർത്താവിന്ന്, നിന്റെ കർത്താവിന്ന് യേശു കർത്താവിന്ന്, നിന്റെ കർത്താവിന്ന് യേശു കർത്താവിന്ന്. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. തുറന്നാലാരും
അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും ജീവിത വഴികൾ തുറക്കപ്പെടുന്നു. തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും പൈശാചിക വഴികൾ അടയ്ക്കപ്പെടുന്നു. തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും വിശുദ്ധിയുടെ വീതികൾ തുറക്കപ്പെടുന്നു. ആരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. പൈശാചിക വഴികൾ അടയ്ക്കപ്പെടുന്നു. അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. വിശ്വാസത്തോടെ പാടിക്കേ. തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. ഒരു സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കാം. അലീന എന്ന പെൺകുട്ടി 2024 സെപ്റ്റംബർ 26 കാരിത്താസ് ആശുപത്രിയിൽ ഡെങ്കിപ്പനിയെ തുടർന്ന് അഡ്മിറ്റ് ചെയ്തു. തുടർന്ന് BP വളരെ കുറയുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. കുട്ടി അബോധാവസ്ഥയിലായി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഡോക്ടർമാർ ഇത് വൈറസ് അറ്റാക്ക് ആയിരിക്കുമെന്ന് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് വർഷങ്ങളായി ഈശോയെ ആരാധിക്കുവാൻ എല്ലാ ആഴ്ചകളും എത്താറുണ്ടായിരുന്നു. അലീനയുടെ രോഗസൗഖ്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഈശോ ആ കുട്ടിയെ സുഖപ്പെടുത്തി. ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന എക്മോ മെഷീന് ഒക്ടോബർ 5 മാറ്റി. ഒക്ടോബർ 6 വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. ഡയാലിസിന് ശേഷം കുട്ടിയെ റൂമിലേക്ക് മാറ്റി. ആഴ്ചകൾക്ക് ശേഷം കുട്ടി സാധാരണ അവസ്ഥയിലെത്തി. ഇത്ര വലിയ അത്ഭുതം പ്രവർത്തിച്ച യേശുവിന് 1000 നന്ദി മാതാപിതാക്കളോട് ചേർന്ന് അവർ സമർപ്പിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അത്ഭുതങ്ങള് മരിച്ച ലാസറേ നീ പുറത്തു വരിക എന്ന് ഈശോ കൽപ്പിച്ചപ്പോ ലാസർ പുറത്തു വന്നുവെങ്കിലോ ഈ കുഞ്ഞിന്റെ രോഗാവസ്ഥയിൽ നിന്ന് യേശുവിനെ വിളിച്ച് അവര് പ്രാർത്ഥിക്കുമ്പോ യേശു ആ കുഞ്ഞിനെ ഈ ആലത്തിൽ വെച്ച് സുഖപ്പെടുത്തി. അവരുടെ നിലവിളി, ദീനരോധനം സ്വർഗത്തിൽ കേട്ടു എന്നാണ് സാക്ഷ്യം രേഖപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് നിലവിളിക്കുന്ന ഓരോ നിലവിളിയും സ്വർഗത്തിൽ എത്തുന്നുണ്ട് എന്ന് ഈ സാക്ഷ്യം സത്യപ്പെടുത്തുന്നു. ഈ സാക്ഷ്യം സത്യമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? എൻ്റെ പേര് അഞ്ജലീന. ഞാൻ ആർപ്പുക്കരയിൽ നിന്ന് വരുന്നു. 3ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഡിസംബർ യൂണിവേഴ്സിറ്റിയിൽ എക്സാം നടന്നിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇതുപോലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല പല രാത്രികളിൽ ടെൻഷൻ കൂടി പപ്പായെ വിളിച്ച് കരയുമായിരുന്നു. എഴുതിയ പേപ്പറുകളിൽ 4 എണ്ണം വളരെയേറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എൻ്റെ പപ്പ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും, നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ പപ്പ എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും വചന ശുശ്രൂഷയിലും ആരാധനയിലും പങ്കെടുക്കുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് 9 ആഴ്ച ആരാധന നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ഞാൻ പ്രതീക്ഷിച്ചതിനും വളരെ ഉയർന്ന ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി ദൈവം എന്നെ ആ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ആനിയമ്മ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് IELTS പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ഇവിടെ ആരാധന നടത്തുകയും ചെയ്തു. അവർക്ക് കാനഡയ്ക്ക് പോകുവാൻ ഉള്ളതായിരുന്നു. അതിന് ആവശ്യമായ മാർക്ക് തന്ന ഈശോ ഈ ആലയത്തിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ വീട് മാന്നാനം. ആൽവിയോ എന്നാണ് എൻ്റെ പേര്. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളും ഞായറാഴ്ചകളിൽ ദിവ്യകാരുണ്യ ആരാധനയിലും വചന പ്രഘോഷണങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജർമ്മൻ B2 പരീക്ഷയിൽ വിജയിക്കുകയും ടിക്കറ്റ് കിട്ടാൻ തടസ്സമുണ്ടായതിനാൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ദിവ്യ ബലിയിലും ആരാധനയിൽ പങ്കെടുത്ത് മാർട്ടിൻ ബ്രദറിൻ്റെ പ്രത്യേക പ്രാർത്ഥന സഹായം ചോദിക്കുകയും 17/1/2000 വെള്ളിയാഴ്ച ആരാധനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ടിക്കറ്റിൻ്റെ വിവരം ഫോണിൽ വന്നതായി ഞാൻ തിരികെ വീട്ടിൽ ചെന്നപ്പോൾ അറിഞ്ഞു. 23/1/2025 ജർമ്മനിയിലേക്ക് പോകാൻ സാധിച്ചു. ഈശോ പ്രത്യേകം അനുഗ്രഹം തന്ന അനുഗ്രഹം വഴി താമസ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ജോലി ലഭിക്കുകയും നാളെ മുതൽ ജോലിക്ക് പോകാൻ അവസരം തന്ന യേശുവിന്, വിശുദ്ധ ചാവറ പിതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസ പിതാവിൻ്റെയും മധ്യസ്ഥയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് ആ കുഞ്ഞ് ദൈവസന്നദ്ധയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ഐറിൻ. ഞാൻ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ന്യൂസിലാൻഡിൽ കഴിഞ്ഞ സെമസ്റ്റർ എക്സാമിൽ ഹ്യൂമൻ സയൻസിൽ എന്ന സബ്ജക്റ്റിൽ എനിക്ക് അസുഖം ബാധിച്ചതിനാൽ എഴുതുവാൻ സാധിച്ചില്ല. എക്സാമിൽ എനിക്ക് മാർക്ക് ഉണ്ടെങ്കിലും പെർസെൻറ്റേജ് ആ സബ്ജക്റ്റിൽ എൻ്റെ കോളേജ് അതിൻ്റെ സബ്ജക്റ്റിൽ കുറവായിരുന്നു. അതിനാൽ എല്ലാ സബ്ജക്റ്റും വീണ്ടും എഴുതണമെന്ന് അവരാവശ്യപ്പെട്ടു. അതിന് ശേഷം നാട്ടിൽ വന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ 3 വെള്ളിയാഴ്ച ആരാധന കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം പോയി എക്സാം എഴുതി. എനിക്ക് 40% മതിയായിരുന്നു. പക്ഷേ 57.7% മാർക്ക് നൽകി ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയുടെയും വിശ്വാസ പിതാവിൻ്റെയും മധ്യസ്ഥയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് ആ കുഞ്ഞ് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് സോജി. ഞാൻ തടിയൂരിൽ നിന്ന് വരുന്നു. 4 വർഷമായി ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. എനിക്കും എൻ്റെ ഭർത്താവിന് US വിസ ഇൻ്റർവ്യൂവിൽ നടക്കുന്നതിന് മുമ്പ് മാർട്ടിൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. വിസ കിട്ടിക്കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുമെന്നും പൂവച്ചുള്ള ആരാധന നടത്തിക്കൊള്ളാമെന്നും ഞാൻ നേർച്ച പറഞ്ഞിരുന്നു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ തടസ്സമൊന്നും കൂടാതെ വിസ ലഭിച്ചു. ഫെബ്രുവരി 6-ാം തീയതി US പോകും. വിശുദ്ധ ചാവറ പിതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥയിലൂടെ വിശ്വാസ പിതാവിൻ്റെ മധ്യസ്ഥയിലൂടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് ആ കുടുംബം നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരവധിയായ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ കൂട്ടായ്മയ്ക്ക് നൽകുകയാണ്. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോ വലിയ അനുഗ്രഹങ്ങൾ, വലിയ അനുഭവങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് നൽകുന്നതിന് ഓർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിന്റെ ഭാരം ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിച്ചതുപോലെ കർത്താവെ ഈ ജനത്തെ അവിടെ നയിക്കുന്നതിന് ഓർത്ത്, അനുഗ്രഹിക്കുന്നതിന് ഓർത്ത്, ഇവരെ ഓരോ നിമിഷങ്ങളിലും കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, ഞങ്ങൾക്ക് തരുന്ന അഭിഷേകത്തെ ഓർത്ത് ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ കർത്താവ് വൻ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കുന്ന ദിനം വരുന്നു. അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും. കർത്താവിന്റെ വചനമാണ്. നിന്റെ മതിലുകൾ അവിടുന്ന് മാറ്റി പുനഃസ്ഥാപിക്കുന്ന സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കർത്താവ് സമൃദ്ധി നൽകുന്നു, അഭിഷേകം നൽകുന്നു, ദൈവശക്തി വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രോഗശാന്തി നൽകുന്നു. വസ്തുക്കളിലും മേൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു. ഉദ്ധിതന്റെ സാന്നിധ്യം വസ്തുവകളുടെ മേൽ വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി വസ്തു വിൽക്കാനായിട്ട്, വാങ്ങിക്കാനായിട്ട് ഭവനമില്ലാത്തവര് നിരവധിയായ ആവശ്യങ്ങള് ആഗ്രഹങ്ങളുമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ വന്നിരിക്കുന്ന ഈ ദൈവജനത്തെ മുഴുവനും ഈശോ അനുഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി അന്ധനായ ബർത്തിമേയുസ് അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചതുപോലെ, കുഷ്ഠരോഗി പിടിച്ചു വാങ്ങിച്ചതുപോലെ, മഹോദരോഗി ദൈവത്തിന്റെ അനുഗ്രഹം മേടിച്ചതുപോലെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ദൈവ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഈ ആലയത്തിനുള്ളിലൂടെ അവിടുന്ന് സഞ്ചരിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു. 9ഓളം വ്യക്തികൾക്ക് തലവേദന കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. 7 അത് 9 വർദ്ധിച്ചുവെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സാക്ഷ്യപ്പെടുത്തണമെന്ന് ആത്മാവ് ആവശ്യപ്പെടുന്നു. കരമുയർത്തി ഒന്നുകൂടി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നന്ദി പറഞ്ഞു വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? ചേർന്ന് പാടാം. നന്നായിട്ട് കരടിച്ചു.
ആവേശത്തോടെ കൂടെ വസിക്കുന്നവൻ, കൂടെ വരുന്നവൻ, കൂട്ടിന് വരുന്നവൻ, കൂടെ ആയിരിക്കുന്നവൻ, രാത്രിയുടെ യാമങ്ങളിലും ഉണർന്നിരുന്ന് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ ആരാധിക്കും. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, ശക്തിയോടെ പ്രാർത്ഥിച്ചു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ശക്തിയോടെ ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ചെങ്കടലിനെ ഭേദിച്ച ദൈവം, ചെങ്കടലിലൂടെ വഴിയൊരുക്കിയ ദൈവം, അടിമകളായ ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം, മോശയെ ശക്തിപ്പെടുത്തിയ ദൈവം, ബലപ്പെടുത്തിയ ദൈവം, ഓരോ കുടുംബങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി, അനുഗ്രഹിക്കുവാൻ വേണ്ടി അഭിഷേകം ചെയ്തുകൊണ്ട് ഈ അൾത്താരയില് യേശു സന്നിഹിതനാണ്. കരമുയർത്തി വിശ്വാസത്തോടെ എന്നെയും നിങ്ങളെയും കുടുംബങ്ങളുടെ ദേശത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ തക്കവിധം, തലമുറകളുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ തക്കവിധം, രോഗങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ തക്കവിധം, തഴക്ക ദോഷങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ തക്കവിധം അഭിഷേകം ചെയ്തുകൊണ്ട് യേശു ഈ അൾത്താരയിലോ സന്നിഹിതനാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ ഈ അൾത്താരയിലോ വെളിപ്പെട്ടു നിൽക്കുന്നു. കരമുയർത്തി ഒറ്റ വിളി ഈശോയേ, അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു. കരം പഠിച്ച് പാടാം, വിശ്വാസത്തോടെ പാടാം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, ചേർന്ന് പാടിക്കേ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ശക്തിയോടെ ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. നടത്തുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അരുളിച്ചെയ്ത ദൈവം. എന്നെ അനുഗമിക്കുന്നവൻ, എന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തില് പ്രവേശിക്കപ്പെടുന്നില്ല എന്ന് യേശു പറഞ്ഞു. മക്കളെ, ആ യേശുവിനൊന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? വചനമാകുന്ന ദൈവത്തെ വിളിക്കാമോ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ വിളിക്കാമോ? അടയാളങ്ങളിലൂടെ തന്നെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നവനെ വിളിക്കാമോ? നസ്രായന യേശുവിനെ വിളിക്കാമോ? തിരുവോസി വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ വിളിക്കാമോ? ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്ന ദൈവത്തെ വിളിക്കാമോ? യുഗാന്ത്യം വരെ കൂടെ ആയിരിക്കുന്നവനെ വിളിക്കാമോ? ലോകാവസാനത്തോളം കൂടെ വസിക്കുന്നവനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിടും.
കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. മുട്ടുമേലാകാം. കൃപയ്ക്ക് മേൽ കൃപ നൽകിക്കൊണ്ട് ഈശോ ഈ കൂട്ടായ്മ വീണ്ടും അനുഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. ചേർന്ന് നിന്ന് മക്കൾ ശുശ്രൂഷയുടെ ഹൃദയം കൊണ്ട് ചേർന്ന് അനുസരണയും വിധേയത്വമുള്ളവരായിട്ട് കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട്, ബലിയോട്, വചനത്തോട്, ആരാധനയോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകുന്നുണ്ട്, ശക്തി നൽകുന്നുണ്ട്. കരം കൂപ്പി പിടിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ, എത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിക്കുന്നു. മക്കളുടെ ആവശ്യങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരിക. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈശോയെ മറന്നു പോകുന്നവരാകരുതൊരിക്കലും. ഇപ്പോഴിവിടെ ശുശ്രൂഷ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നവരാകരുത്. അറിയുന്നവരായിരിക്കണം, അനുദിനം അനുഭവിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഈശോയെ അനേകരെ കൂട്ടിക്കൊണ്ടുവരണം. എത്രമാത്രം അത്ഭുതങ്ങൾ ഈശോ ചെയ്യുന്നത്, എത്രമാത്രം രോഗികൾ നമ്മുടെ ഇടയിലുണ്ട്. സമാധാനം കാംക്ഷിച്ച് വേദനയോടെ കഴിയുന്ന എത്ര ആൾക്കാരുണ്ട്. എവിടെയാ സമാധാനം കിട്ടും? വിശുദ്ധ ചാവറ പിതാവിൻ്റെ ഭൗതിക ശരീരം നിലകൊള്ളുന്ന വിശുദ്ധമായ മന്ദിരത്തിനുള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ഇവിടെയുണ്ട്. മുട്ടുമേലാകാൻ നമുക്ക് എല്ലാ നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. വലിയൊരു ദൗത്യം ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട്, കൂട്ടിക്കൊണ്ടുവരാൻ. ഊടുവഴി നിൽക്കുന്നവരോട്, ചന്തസ്ഥലത്ത് നിൽക്കുന്നവരോടെല്ലാം പറയാൻ ഈശോ ആവശ്യപ്പെടുക. അച്ഛനെ ഓർമ്മപ്പെടുത്തുക, എല്ലാവരോടും പറയാം. മണവാളനോട്, മണവാട്ടിയോടൊക്കെ പറയാം. മണവാളൻ തന്നെ മണവറയും മണവാട്ടി തന്നെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. വേല ചെയ്യുന്ന എല്ലാവരോടും പറയാം. കണ്ടുമുട്ടുന്നവരോടൊക്കെ സുവിശേഷം അറിയിക്കാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയാൻ, സൗഖ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ, കൂട്ടിക്കൊണ്ടുവരാൻ. ഈശോ ഇവിടെ ഉണ്ട്. ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്, ഉറപ്പാ. കേട്ട് നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. മക്കൾ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് അനുഭവിക്കുവാൻ, കൃപയ്ക്കു മേൽ കൃപ എനിക്ക് ഈ ആലത്തിൽ വെച്ച് അനുഭവിക്കുവാൻ, എന്നെ ഈ ആലത്തിൽ വെച്ച് എന്നെ ഒന്ന് സുഖപ്പെടുത്തി എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞാൻ എന്നെ മഹത്വപ്പെടുത്തുക. കണ്ണു തുറന്ന പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയ നിരവധിയായ ആവശ്യങ്ങൾ നിരത്തിവെക്കുമ്പോൾ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ആവശ്യങ്ങൾ ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. മക്കൾ പ്രാർത്ഥിച്ചു, ഈശോയെ കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവ് ആവശ്യപ്പെടുക. മക്കളെ കൊണ്ടുപോവാ. എല്ലാവരോടും പറയാം, സകല ജനത്തോടും ഈ സദ്വാർത്ത അറിയിക്കുക. മരിച്ചവരെ, വെന്റിലേറ്ററിൽ കടന്നവരെ ആ അവസ്ഥയിൽ നിന്ന് ഉയർപ്പിച്ച ഒരു ദൈവം ഈ പരിശുദ്ധ കുർബാനയില്, ഈ ആലയത്തില് വസിക്കുന്നുണ്ട്. ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തിയ ഒരു ദൈവം ഈ ആലയത്തിനുള്ളിലുണ്ട്. ആയിരങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവൻ സ്വർഗീയ രാജാവ് ഈ ആൽത്താരയില് സന്നിഹിതനാണ്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? നമുക്ക് എല്ലാ നിയമങ്ങളും സമർപ്പിക്കാം. ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഈശോയുടെ സന്നിധി സമർപ്പിക്കും. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും
അവിടെ ആവശ്യങ്ങളെല്ലാം ഈശോയുടെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഉയർത്താം. കർത്താവെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിത പ്രശ്നങ്ങളിലേക്ക്, ജീവിതത്തിന്റെ ദുരവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ മകനെയും മകളെയും സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹ തടസ്സം നേരിടുന്നവര്, ഭവനമില്ലാത്തവര്, വസ്തുക്കളില് അനുകൂലമായ സാഹചര്യം കാണാൻ ആഗ്രഹിക്കുന്നവര്, സമൃദ്ധി കാണാൻ ആഗ്രഹിക്കുന്നവര്, അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജോലി നഷ്ടപ്പെട്ടവര്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, വിവാഹ തടസ്സം നേരിടുന്നവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. രോഗികളായിരിക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെ വിദേശ രാജ്യങ്ങളിലുമായിരുന്നുകൊണ്ട് ജോലിക്ക് വേണ്ടി, മറ്റു പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായിട്ട് ഈ നിമിഷത്തിൽ ഈശോ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ എല്ലാ നിയോഗങ്ങളെയും, യാത്രയായിരിക്കുന്ന മുഴുവൻ മക്കളുടെയും മുഴുവൻ ആവശ്യങ്ങളെയും ഈശോയുടെ സന്നദ്ധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ, അനുതാപത്തോടെ, ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ ഈശോ ഇപ്പോൾ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ വിളിക്കാമോ? അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഈശോയെ വിളിക്കാമോ? തിരുരക്താഭിഷേക പ്രാർത്ഥന. പിതാവായ ദൈവമേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ വില തീരാത്ത രക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ആ മൂല്യമായ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എനിക്കുള്ളതെല്ലാം, എന്നെ മുഴുവനെ, എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹോദരങ്ങളെ, എന്നോട് ബന്ധപ്പെട്ട സകലരെയും, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും കഴുകുന്നു, വെടിപ്പാക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. കർത്താവേ, വളരെയധികം തിന്മകളും ആസക്തികളും തിന്മയുടേതായ സ്വാധീന വലയത്തിലും കഴിയുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മദ്യാസക്തിയിൽ നിന്നും, ജടികാസക്തിയിൽ നിന്നും, വൈരാഗ്യത്തിൽ നിന്നും, വെറുപ്പിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങൾ, സാത്താൻ സ്വാധീനങ്ങൾ ആരെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ അവയെല്ലാം കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ അതിനെയെല്ലാം ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കി തീർക്കുന്നു. കർത്താവെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമക്കളാക്കി രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി പൗരോഹിത്യത്തോട് ചേർന്നതുകൊണ്ട് നിത്യപുരോഹിതനായ യേശുവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച് നിത്യപുരോഹിതനായ യേശുവിനെ വിളിക്കുന്നു. ഈശോ അനുഗ്രഹിക്കണമേ, സമൂഹത്തെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ, കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണമേ, ഭവനരഹിതരെ അനുഗ്രഹിക്കണമേ. ഈശോയെന്ന് വിളിച്ച് ബിസിനസ്സിൽ തടസ്സം നേരിടുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, രോഗികളായിരിക്കുന്നവരെ സുഖപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കണേ. ഈശോയെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ. കരം ഉയർത്തി വിളിച്ച് ഈശോയെന്ന് വിളിച്ച് കുടുംബത്തില് അസമാധാനത്തിൽ കടന്നു പോകുന്ന കുടുംബങ്ങളെ വിടുതൽ നൽകി ഈശോയെ അനുഗ്രഹിക്കണമേ. പൈശാചിക പീഡകൾ അനുഭവിക്കുന്നവരെ കർത്താവെ സ്വതന്ത്രരാക്കണമേ. ഈശോ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കരം ഉയർത്തി വിളിച്ച് ഈശോയെന്ന് വിളിച്ച്
വിശ്വാസത്തോടെ വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സന്തോഷത്തോടെ വിളിക്കാമോ? സമാധാനത്തോടെ വിളിക്കാമോ? ഐശ്വര്യത്തിന് നിറവിൽ ഈശോയെ എന്ന് വിളിക്കാമോ? പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നമ്മുടെ യാത്ര, നമ്മുടെ വാഹനങ്ങൾ, നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ തിരിച്ചോറുകൊണ്ട് ആ മേഖലയെല്ലാം മുദ്രിതമാകാനും സാത്താനിക ശക്തികൾ, അപകടത്തിൻ്റെ കെണികൾ, ദുഷ്ടം വെച്ചിരിക്കുന്ന കെണികൾ ഒന്നും നമ്മളിൽ ഫലപ്രദമാകാതിരിക്കുവാനും വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിപൂർണ പകർച്ചവ്യാധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നെല്ലാം സംരക്ഷണം കിട്ടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയുടെ രക്തത്താൽ മുദ്രിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് കണ്ണുനീരോടെ വിളിച്ച് അനുതാപത്തോടെ വിളിച്ച് ഈശോ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് മുദ്ര ചെയ്യണം. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ അവിടുന്ന് പരിശുദ്ധ രക്തം കൊണ്ട് മുദ്ര ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വസിക്കുന്ന ഇടങ്ങളെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കുരിശടയാളത്താൽ മുദ്രിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. നമുക്ക് പാടി ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ.